ഹണിമൂണിന് പോകുന്നുണ്ടെങ്കിൽ ഊട്ടി തന്നെ പോകണം. അത് പിന്നെ അതിന് പറ്റിയ കാലാവസ്ഥയാണ്. അതുകൊണ്ടാണല്ലോ ഊട്ടിയിലേക്ക് എല്ലാരും പോകുന്നെല്ലാം ശരി തന്നെ. ഞാൻ പോയാലൊക്കെ ആയി പോറ്. ഞാനത് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞു കേട്ടാ. പിന്നെ ഒരു 10-26 വയസ്സായ കുറിയെല്ലാം വെച്ച് കുറച്ച് പൈസ എല്ലാം ശേഷം അമ്മ പറഞ്ഞ് കഴിച്ചു വന്നിട്ട് കഴിച്ചു. ഞാനിങ്ങ് പടുവം കൊളുത്തുന്ന ഒന്നും കഴിച്ചിന്. ഞാൻ മോനെ കല്യാണം കഴിച്ചു നോക്കുമ്പോ എന്റെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പെല്ലാം കല്യാണം കഴിഞ്ഞ് നമ്മള് കുറെ ചങ്ങായിമാരുണ്ട്. അവരെല്ലാം പറഞ്ഞു നിങ്ങളെയും കൂടി കല്യാണം കഴിച്ചിട്ട് വേണം നമുക്ക് ഒന്നിച്ചൊരു ഹണിമൂൺ ട്രിപ്പ് അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയെല്ലാം ഒരു ട്രാവലറാ ബുക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും 3-4 ടീമുണ്ടപ്പാ. അപ്പൊ അങ്ങനെയെല്ലാം കൂടി പിന്നെ ഓളോട് പറഞ്ഞു നീ ഒന്ന് അച്ഛനോടും അമ്മയോടൊന്ന് പറഞ്ഞേ നമ്മളിങ്ങനെ നാളെ ഹണിമൂണിന് പോകുന്നുണ്ട്. വൈഫായി പോണ്ട എല്ലാം കൂടി ഓള് ഞാനും പറഞ്ഞു അമ്മേ നമ്മളിങ്ങനെ രാവിലെ പോകുന്നുണ്ടായിരുന്നു. ആയിക്കോട്ടെ. അപ്പൊ എല്ലാം കൂടി ഞാൻ വേറെ ഷട്ടൽ ഇട്ട് നേരത്തെ റെഡി ആയിട്ട് ഇവളുണ്ടാ ഈ സാരി കൊടുത്തിട്ട് ഇത് നേരെയാവും. നമ്മൾ ആദ്യമായിട്ട് മംഗലം കഴിച്ചില്ലേ സാരി കൊടുക്കാൻ അറിയില്ല. നമുക്ക് അമ്മക്കാന്ന് കുടിപ്പിച്ചു കൊടുക്കാനും അറിയില്ല. അന്നേരം കാണാൻ അമ്മ അങ്ങനാണ് വിളിച്ചു കൊടുക്കുന്നത്. അമ്മ പറഞ്ഞു പിന്നെ ഒരു ബാഗ് എന്റെ കൈമ കൊടുത്തിരുന്നു. ഉണ്ടേരിക്കൂടെ പോകുമ്പോ പൈലുകളത്തുന്നേ ഞാൻ വിചാരിച്ചു ഉണ്ടിയോ പയ്യോ മറ്റേ കൊയലപ്പങ്ങാട്ടാക്കില്ല വണ്ടി തിന്നാൻ വേണ്ടി തെറ്റാന്നാ വിചാരിച്ചു. ഞാൻ പറഞ്ഞ അമ്മ ഇതെന്നാ ഇത് ഷൈമേന്റെ ഡ്രസ്സാ. ഷൈമയാ അത് അനിയത്തി. ഞാൻ പറഞ്ഞു ഇതെന്താ ഷൈമേന്റെ ഡ്രസ്സാ. ടൈമില് ഹണിമൂണ് കാണാൻ ഷൈമയും വരുന്നുണ്ട്. മോനെ നീ ഒരിക്കൽ കൂട്ടിക്കോ. അമ്മേ നീ ഒന്നും പറയണ്ട. അനക്കും നിന്റെ അച്ഛനും ഇന്നേ വരെ ആ സ്ഥലം കാണാൻ പറ്റിയില്ല. ഹണിമൂൺ എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കൽ നീ പെണ്ണിനെയും കൂടി കൂട്ടിക്കണത്. പിന്നെ അച്ഛന് പറഞ്ഞുകൂടാണ്. അച്ഛനുണ്ട് ആടെ ഇരുന്നിട്ട് ബായി പൊത്തിട്ട് കീള നോക്കി ചിരിക്കുന്നു. ഈനങ്ങാട്ട് അച്ഛൻ എതിർത്തുണ്ടെങ്കിൽ പിന്നെ അച്ഛനൊക്കെ താഴെ തൈക്കൂട്ടുന്ന് എണീക്കേണ്ടി വരും. എന്നെ കൊണ്ട് തട്ടി തെറിച്ചളി അച്ഛന. ഈ പൊട്ടത്തി ഷൈമിയാന്ന് മുമ്പിൽ അങ്ങ് കീഞ്ഞു പോയത്. മോനെ എന്റെ ഓളന്നി ഒരു നോട്ടം നോക്കിയോട്ടിന് പുയിങ്ങിയ ബത്താസ് പോലെ ആയിപ്പോയിന്. ഞാൻ ബന്ധു പോയിന്. ഒരു മരിച്ച വീട്ടിൽ നിന്ന് പോകുമ്പോലെ ഞാൻ എന്റെ ഹണിമൂണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിന്. വണ്ടി കയറുമ്പോഴേക്കല്ലേ ആടെ മരണൊക്കെ ശവത്തക്കുത്തല്. പെങ്ങളെ കൂട്ടിയിട്ടു അച്ഛമ്മേനെയും കൂടി കൂട്ടിക്കൂടെ എന്നാ ഹണിമൂണ് പോകുമ്പോ. എല്ലാരും വണ്ടിയിൽ നിന്ന് ഡാൻസും പാട്ടും എല്ലാം ആക്കുന്നു. ഞാൻ ആ മൂലക്കൊരു ചെതല് പിടിച്ച കൂട്ട വെച്ചാണൊക്കെ. അതൊക്കെ ഒരു മൂടുമില്ല. അങ്ങെത്തി ആടി എത്തി നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ വിളിച്ച റൂം ഉണ്ടല്ലോ. ഞാൻ അതിന്റെ ഓളിയും പിന്നെ ഇവളി ഷൈമേനി ആ റൂമിൽ കൊണ്ടുപോയി കുടിയിരുത്തി. ആടുന്ന് ഞാൻ ലോഡ്ജുകാരനോട് പറഞ്ഞു മോനെ അനക്കൊരു പുല്ല് വായി തരുവാ. പുല്ല് വായി വാങ്ങിട്ട ലോഡ്ജിന്റെ മുറ്റത്ത് പുലി വീരിച്ചിട്ട് മലന്ന് കിടന്നിട്ട് മൂണ് കണ്ട് എന്റെ ഹണിമൂണായി. അനക്കാ ഷൈമേനെ ചവിട്ടി നിങ്ങൾ ആരെങ്കിലും എന്താ ഹണിമൂണ് പോകുന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം അറിയാത്തെ അതിലിടക്ക് പറയാറ് ആരെങ്കിലും ഒരാളെ ചെരുതി കേട്ടാണ്ട് അനുഭവം ഗുരു